അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് വെച്ച് ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൽവയാണെങ്കിൽ ടേസ്റ്റിയുമാണ്, അതോടൊപ്പം നല്ല സോഫ്റ്റുമാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പൊടിച്ച ശർക്കര അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് അലിയിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനി നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ശർക്കര ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ആ സമയത്ത് നമുക്ക് ചോറൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 2 കപ്പ് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് കുത്തരിയുടെ ചോറാണ്. വെള്ളേരിയുടെ ചോറെടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വേറൊരു പാത്രത്തിലെടുത്ത് മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാൽ. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചോറ് അരച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ചോറാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ചോറും തേങ്ങാപ്പാലും കോൺഫ്ലവറും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി തിക്കായി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് പരുവാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചോറിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് നമുക്കിനി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനി കട്ടകളൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ടുകൂടെ കൊടുക്കാം. ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വിട്ട് വരണം. നമ്മളിതിൻ്റെ അകത്തേക്ക് നല്ല കറുത്ത കളറ് ശർക്കര ചേർക്കുകയാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഹൽവയുടെ കൂട്ട് തന്നെ നമുക്ക് കിട്ടും.
അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കായൂടെ ഇട്ടാണ് ഇവിടെ പൊടിച്ചെടുത്തേക്കുന്നത്. ഏലക്ക തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ബദാം, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ റെഡിയായി വരാറുണ്ട്. നമുക്കപ്പോൾ മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് വെച്ചുണ്ടാക്കിയ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് നെയ്യാണെങ്കിൽ തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഹൽവ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കണം. അപ്പോൾ പാത്രത്തിലൊഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മുറിച്ച് കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ ചോറ് വെച്ചുണ്ടാക്കിയ ഹൽവ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഹൽവയാണ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൂടെ നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടിത്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ചെയ്ത് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. ആ തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയും ബാക്കി വരുന്ന ചോറാരും വേസ്റ്റാക്കി കളയണ്ട. എല്ലാവരും ഇതേപോലെ ഹൽവ ഒന്നുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കുറഞ്ഞ ചേരുവകൾ വെച്ച്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.